ഫ്രം എന്നൊരു സീരീസിന്റെ കോൺസെപ്റ്റും അതിന്റെ പ്രസന്റേഷനൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആണ് ടീ കപ്പ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര വലിയൊരു വൈബ് എനിക്ക് കിട്ടിയില്ലെങ്കിലും പക്ഷെ ആ ഒരു തേർഡ് എപ്പിസോഡ് തൊട്ട് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് വരെ ഉള്ള ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും അല്ലെങ്കിൽ ഓരോ സീക്വൻസിന്റെ പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിന്റെ ക്ലിഫ് ഹാങ്ങേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് 2 എപ്പിസോഡ് വേറെ ലെവലായിരുന്നു. അതും ആ ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ ആ ഒരു സെക്കൻഡ് സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ക്ലിഫ് ഹാങ്ങറിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഫ്രം പോലെ തന്നെയാണ്. ഒരു ടൗൺ ഉണ്ട്, ഒരുപാട് ഫാമിലീസും ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഫാമിലീസും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവിടത്തേക്ക് ഒരു ഗ്യാസ് മാസ്ക് ഇട്ട് ഒരാൾ രാത്രി വരും, വന്നിട്ട് ആ ഒരു ടൗണിന്റെ ചുറ്റും ഒരു ബ്ലൂ ലൈൻ വരയ്ക്കും, എന്നിട്ട് പറയും ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ മരിച്ചു എന്ന് പറയും. ആൻഡ് ഈ ഒരു കാര്യം മാത്രമല്ല, ഈ ഒരു ട്രാപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ലൈൻ്റെ അകത്ത് പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെ കൊല്ലാനും കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ അവരെങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സീരീസ് ആണ്. എനിക്ക് നല്ല രീതിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് വലിയ രീതിക്ക് ഒന്നും വർക്ക് ആവത്തില്ല. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ശരി, അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ തീർന്ന പോലെ ഫീൽ ആണ്. അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, അങ്ങനത്തെ ഒരു ഫീൽ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റയർ സീസൺ ഇങ്ങനെ ആയിരിക്കും, ഒരു വൈബ് ഇല്ലാതെയാണ് പോകുന്നത്. പക്ഷെ തേർഡ് എപ്പിസോഡിൽ ചെറിയൊരു സംഭവം ഉണ്ട്, ഒരു ഇവന്റ് ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങും ആ ഒരു ഫൈനൽ എപ്പിസോഡിലെ ഫൈനൽ സീൻ വരെ അടിപൊളിയായിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും ശരി, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത ആൾക്കാർ മരിക്കുന്നു പറയുമല്ലോ, അങ്ങനത്തെ ഒരു സീൻ വരും. ആ ഒരു സീൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ല. അത് കുറച്ച് അടിപൊളിയായിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ആ ഒരു സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സീൻ വന്നപ്പോൾ മാൻ അതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈഫൈ എലമെന്റ്സ് കണക്ട് ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്, അതും പൊളിയായിരുന്നു. ഒരു പോയിന്റ് വരെ നമുക്ക് ഈ സീരീസ് പക്ക ഫ്രം ആയിട്ട് തന്നെ തോന്നും. കാരണം ഒരുപാട് ആൾക്കാർ ഒരു ടൗണിനകത്ത് ട്രാപ്പായി പോയി, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അവർക്ക് അതിന്റെ സൊല്യൂഷൻ അറിയത്തില്ല, അവർ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കിടന്ന് ദിവസങ്ങളായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീരീസിലുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു കോൺസെപ്റ്റും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസന്റേഷനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഫ്രം കണ്ടതിൽ ഫ്രമിലെ മോൺസ്റ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലോട്ട് വരുമ്പോൾ ഇതിന്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൈഫൈ എലമെന്റ് ഉണ്ട്. ആ ഒരു എലമെന്റിനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ആ ഒരു ഇവന്റ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഈ സീരീസിൽ കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് ഒരു 3 എപ്പിസോഡ് അടിപൊളിയാണ്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ശരി, ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും എല്ലാം നൈസ് ആയിട്ടാണ് ഈ സീരീസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പോയിന്റ് വരെ നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നും. ഇതിന്റെ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും അവരുടെ സ്റ്റോറി ടെല്ലിംഗും എല്ലാം നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നും. പക്ഷേ ഇതിന്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ബേസ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു എൻഡ് വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ആകെ 8 എപ്പിസോഡേ ഉള്ളൂ, ഓരോ എപ്പിസോഡും 30 മിനിറ്റ്സ് ആണ്. ഏതോ 2 എപ്പിസോഡ് മാത്രം 1 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിനൊക്കെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രം പോലത്തെ ഒരു സീരീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു സീരീസ് ആണ് ടീ കപ്പ്. സോ ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.